ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ചില വാക്കുകളുണ്ട്. നാളെ മുതൽ തുടങ്ങാം, ഇപ്പോൾ സമയം ശരിയല്ല, ഒരു കാപ്പി കുടിച്ചിട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാധാരണ കാര്യമാണെന്ന് തോന്നാം. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര സ്വപ്നങ്ങളെയാണ് ഇതുവരെ വൈകിപ്പിച്ചത്? ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാനിരുന്നൊരു കോഴ്സ്, തുടങ്ങാനിരുന്നൊരു ബിസിനസ്, അല്ലെങ്കിൽ ഒരാളോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവയിൽ പലതും പരാജയപ്പെടുകയല്ല ചെയ്തത്, തുടങ്ങിയിട്ടില്ല. അതാവും വാസ്തവം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ചാണ്. പ്രൊക്കാസ്റ്റിനേഷൻ എന്നത് ജോലികൾ മാറ്റിവെക്കുക എന്നല്ല, അതിനു മുൻപ് മനസ്സിൽ നടക്കുന്ന ഒരു അദൃശ്യമായ സംഭാഷണമാണ്. ആ ഒരു സംഭാഷണം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന 5 ശക്തമായ സൈക്കോളജിക്കൽ ടെക്നിക്സും നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പ്രൊക്കാസ്റ്റിനേഷൻ യഥാർത്ഥത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? യൂട്യൂബ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ, വാട്സപ്പ് നോക്കിയപ്പോൾ, അവിടെയാണ് പ്രൊക്കാസ്റ്റിനേഷൻ ആരംഭിച്ചത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. അത് അതിനു മുൻപേ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഒരു ചെറിയ ചോദ്യം മനസ്സിൽ ഉയർന്ന നിമിഷം, എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങളെ ജോലിയിൽ നിന്ന് മാറ്റി ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം തുടങ്ങും, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം മൂടില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതൊന്നും സത്യമല്ല. ഇവയാണ് നമ്മുടെ തലച്ചോർ സൃഷ്ടിക്കുന്ന മെൻ്റൽ എക്സ്ക്യൂസസ്. ബ്രെയിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ജോലി നമ്മളെ വിജയിപ്പിക്കുക എന്നതല്ല, നമ്മളെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുള്ള ജോലികൾ, അറിയാത്ത സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മുടെ തലച്ചോർ ഒരു അപകട സൂചനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് പറയുന്നു, ഇപ്പം വേണ്ട, പിന്നീട് മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായതിനു ശേഷം തുടങ്ങാമെന്നൊക്കെ. ഇതാണ് എവല്യൂഷണറി സൈക്കോളജി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ എനർജി സംരക്ഷിക്കുക നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതേ സംവിധാനം നമ്മുടെ സ്വപ്നങ്ങളെ വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രയാസമുള്ള ഭാഗം ജോലിയല്ല. ഒരു റിപ്പോർട്ട് എഴുതാനിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴോ, എക്സസൈസ് ചെയ്യാൻ പോകുമ്പോഴോ, ബിസിനസ് ആരംഭിക്കുമ്പോഴോ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആ ജോലിയല്ല, ആദ്യത്തെ 5 മിനിറ്റാണ്. ആ 5 മിനിറ്റ് കടന്നു പോയാൽ നമ്മുടെ തലച്ചോർ പതിയെ റെസിസ്റ്റൻസ് കുറയ്ക്കും. സൈക്കോളജിസ്റ്റ് ഇതിനെ ആക്ഷൻ റെഡ്യൂസസ് ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയം വളരുകയാണ് ചെയ്യുന്നത്, പക്ഷെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ആ ഭയം കുറയുന്നു. ഇങ്ങനെയുള്ള പ്രൊക്കാസ്റ്റിനേഷൻ കുറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ടെക്നിക്ക് നിങ്ങളുടെ മനസ്സുമായി ചർച്ച നടത്താതിരിക്കുക എന്നതാണ്. മിക്ക ആളുകളും ചെയ്യുന്ന വലിയ തെറ്റ്, ജോലി തുടങ്ങുന്നതിന് മുൻപ് സ്വയം കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ. ഈ സംഭാഷണം നീളുന്തോറും ജോലി അകലും. പകരം ഒരു നിയമം ഉണ്ടാക്കുക, ഡിസിഷൻ മുമ്പേ എടുക്കുക. ഉദാഹരണത്തിന്, രാവിലെ 7 മണിക്ക് എക്സസൈസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടവരുത്തരുത്. ചർച്ച ചെയ്യുന്നതിന് പകരം ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചെയ്യുക. രണ്ടാമത്തെ ടെക്നിക്ക് 5 മിനിറ്റ്സ് റൂളാണ്. ബ്രെയിൻ വലിയ ജോലികളെയാണ് ഭയപ്പെടുന്നത്, പക്ഷെ ഒരു 5 മിനിറ്റിനെ ഭയപ്പെടില്ല. സ്വയം പറയുക, ഞാൻ ഇക്കാര്യം വെറും 5 മിനിറ്റ് മാത്രമേ ചെയ്യൂ എന്ന്. പലപ്പോഴും ആ 5 മിനിറ്റ് 30 മിനിറ്റാകും, 1 മണിക്കൂറാകും. കാരണം തുടങ്ങുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. മൂന്നാമത്തെ ടെക്നിക്ക് പെർഫെക്റ്റ് ടൈം എന്ന മിത്ത് ഉപേക്ഷിക്കുക. കുറച്ച് സമയം കിട്ടിയാൽ, അല്ലെങ്കിൽ മൂഡ് വന്നാൽ, എല്ലാം റെഡിയായാൽ, ഇങ്ങനെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഒന്നും ഒരിക്കലും വരികയുമില്ല. മോട്ടിവേഷൻ എപ്പോഴും ആക്ഷൻസിൻ്റെ ഫലമാണ്. ആക്ഷൻ ഒരിക്കലും മോട്ടിവേഷൻ്റെ ഫലമല്ല. ചെറിയൊരു തുടക്കം മതി, വലിയ മോട്ടിവേഷൻ തന്നെ ഉണ്ടായിക്കോളും. നാലാമത്തെ ടെക്നിക്ക് ഐഡൻറ്റിറ്റി മാറ്റുക എന്നതാണ്. ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുക. കാരണം ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ജെയിംസ് ക്ലിയർ തൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ പിന്തുടരുന്നു എന്നാണ്. അതിനാൽ ആദ്യം ഐഡൻറ്റിറ്റി മാറ്റുക, പിന്നീട് നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തികളും അതിനനുസരിച്ച് മാറിക്കോളും. അഞ്ചാമത്തെ ടെക്നിക്ക് ഫ്യൂച്ചർ സെൽഫിനെ കാണുക എന്നാണ്. നിങ്ങൾ ഇന്ന് ഒഴിവാക്കുന്ന ഒരു മണിക്കൂർ നാളത്തെ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? 1 വർഷം കഴിഞ്ഞുള്ള നിങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക.
അയാൾ നിങ്ങളോട് എന്താണ് പറയുന്നത്? നന്ദിയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളത് തുടങ്ങാതിരുന്നത് എന്നൊരു ചോദ്യമാണോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റാൻ സഹായിക്കും. ചെറിയ തീരുമാനങ്ങൾ വലിയ ജീവിതം സൃഷ്ടിക്കുന്നു. വിജയികൾക്ക് മോട്ടിവേഷൻ കൂടുതലുള്ളതുകൊണ്ടല്ല അവർ വിജയിക്കുന്നത്. അവർ സ്വന്തം മനസ്സിൻ്റെ എക്സ്ക്യൂസസിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അവർക്ക് ഭയമില്ല എന്നല്ല, ഭയമുണ്ടായിട്ടും അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. അത് 5 മിനിറ്റ് മാത്രം ചെയ്യുക. പൂർണ്ണമാക്കാൻ ശ്രമിക്കണ്ട, തുടങ്ങുക. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, വീണ്ടും വീണ്ടും ചെയ്യുന്ന ചെറിയ ചെറിയ തുടക്കങ്ങളാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്നത് സമയത്തിൻ്റെ പ്രശ്നമല്ല, അത് മനസ്സിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ജോലി മാറ്റിവെക്കുകയല്ല, തുടങ്ങാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സൊരു കാര്യം പറയുമ്പോൾ അത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ തുടക്കം ഒരുപക്ഷെ അതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള മനഃശാസ്ത്രം, ബ്രെയിൻ സയൻസ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, അത് ജീവിതം മാറ്റുന്ന അറിവുകളായി മാറ്റാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബി പ്രൊഡക്റ്റീവ് ആൻഡ് ബി ഹാപ്പി.